ഹായ്. നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് എന്തെങ്കിലും പ്രധാനപ്പെട്ട ജോലിയിൽ ഏർപ്പെടുന്ന സമയങ്ങളിലോ, അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ശ്രദ്ധ നഷ്ടപ്പെടുന്നതോ, അല്ലെങ്കിൽ വീട് പണികളിൽ ഏർപ്പെടുന്ന സമയങ്ങളിൽ എന്തെങ്കിലും മൊബൈൽ നോട്ടിഫിക്കേഷൻ വന്ന് അതിൽ മണിക്കൂറുകളോളം യൂസ് ചെയ്യുന്നത്. ഇതിനെല്ലാം പ്രശ്നം വരുന്നത് നമ്മുടെ ശ്രദ്ധയുടെ കുറവാണ്, ഫോക്കസ്. എങ്ങനെ നമുക്ക് ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫോക്കസ് എന്നത് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെയാണ് ഫോക്കസ് എന്ന് പറയുന്നത്. നമ്മൾ പല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് നമ്മുടെ മൾട്ടി ടാസ്കിങ് എബിലിറ്റിയിലൂടെ പല ടാസ്കുകളുടെയും പല വർക്കുകളുടെയും ഗുണനിലവാരം നഷ്ടപ്പെടുകയും അത് കൂടുതൽ സമയം എടുക്കുകയും ചെയ്യുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് മൾട്ടി ടാസ്കിങ് ബെറ്ററായിട്ട് നമുക്ക് റിസൾട്ട് തരുമെന്നതാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറയാം. നമ്മളൊരു ബുക്ക് വായിക്കുന്ന സമയങ്ങളിൽ നമുക്ക് അതേ സെയിം ടൈമിൽ തന്നെ ബുക്കിൽ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടൊരു ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യാൻ കഴിയില്ല. ഇത് രണ്ടും ചെയ്യാൻ കഴിയാത്തത് ഒരു മനുഷ്യൻ്റെ റിയാലിറ്റിയിലുള്ള ഒരു കാര്യമാണ്. അപ്പം മൾട്ടി ടാസ്കിങ് എന്നത് തന്നെ നമുക്ക് പല കാര്യങ്ങളുടെയും ഈ ഫോക്കസ് നഷ്ടപ്പെടാനുള്ള ഒരു റീസണാണ്. പിന്നെ നമ്മൾ കൂടുതൽ സമയം വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചാൽ അതിൽ ഫോക്കസ് നഷ്ടപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു സൊല്യൂഷനാണ് നമ്മളൊരു 20 മുതൽ 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, ഒരു ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും കൂടുതൽ എനർജറ്റിക് ആയിട്ട് റിട്ടേൺ വന്നു കഴിഞ്ഞാലും ആ ഒരു ഫോക്കസോട് കൂടിയിട്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. എങ്ങനെ നമുക്ക് ഫോക്കസ് വർദ്ധിപ്പിക്കാമെന്നൊന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് മൊബൈൽ ഒന്ന് മാറ്റി നിർത്തുക. നമ്മൾ പ്രധാനപ്പെട്ട ടാസ്കുകൾ ചെയ്യുന്ന സമയങ്ങളിൽ ഈ ഡിസ്ട്രാക്ഷൻ വരുന്ന കാര്യങ്ങളായ മൊബൈൽ ഫോണുകൾ മാറ്റി നിർത്തുക. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു സ്റ്റെപ്പിലാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്ന പോലെ തന്നെ മൾട്ടി ടാസ്കിങ് ഒഴിവാക്കിയിട്ട് സിംഗിൾ ടാസ്കിൽ ഫോക്കസ് ചെയ്യുകയും ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പ്രയോറിറ്റൈസ് യുവർ മെയിൻ ടാസ്ക്. നമുക്ക് ഇന്ന് എന്താണോ പ്രയോറിറ്റി ചെയ്യേണ്ടത്, ഈ ടാസ്കിൽ ചെയ്യേണ്ടത്, അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് കൂടുതൽ സമയം ചെലവഴിക്കുകയും ചെയ്യുക. പിന്നെ നമ്മളൊരു വർക്കിൽ ഏർപ്പെടുന്ന സമയങ്ങളിൽ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാനുള്ള ഓർമ്മ വരുന്ന സമയങ്ങളിൽ അപ്പോൾ അതിലേക്ക് ഡിസ്ട്രാക്ഷനായിട്ട് മാറാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു കാര്യം നോട്ടിൽ എഴുതി വെക്കുക. അത് ഈ ഒരു വർക്ക് ചെയ്തതിന് ശേഷം മാത്രം ആ ഒരു നെക്സ്റ്റ് ടാസ്കിലേക്ക് മുന്നോട്ട് പോവുകയും നമ്മൾ ഓർമ്മ വന്ന കാര്യങ്ങൾ പിന്നീട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി അവിടെ കിട്ടുകയും അതിനുശേഷം മാത്രം ആ ഒരു ടാസ്കിലേക്ക് നമുക്ക് പോകാനും ഉള്ള ചാൻസസ് കൂടുതലാണ്. അടുത്തതായി നമുക്ക് ഇന്ന് എന്താണ് ചെയ്യേണ്ടതുള്ളതിന് ഒരു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. നമ്മൾ ചെയ്യേണ്ട വർക്കുകളുടെ ഒരു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ആ ചെയ്യുന്ന ഇതിൽ ഹൈ പ്രയോറിറ്റി ഉള്ളൊരു സ്റ്റാറായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ മീഡിയം ലെവലിൽ ലോ ലെവലുള്ളതും ആയിട്ട് അസൈൻ ചെയ്തിട്ട് അതിൽ ഏത് സമയത്താണ് ആ ടാസ്കുകൾ ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് നമ്മളൊന്ന് അത് മെൻഷൻ ചെയ്യുകയും അങ്ങനെ നമ്മളെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വർക്കുകളിൽ ഫോക്കസ് വരുന്നതാണ്. ഇതുപോലെ ഉള്ള നമ്മൾ സ്മാർട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് എന്തെങ്കിലും നമ്മുടെ മൊബൈലിലും അതുപോലെ തന്നെ ടാബ്ലറ്റിലും അതുപോലെ ഡെസ്ക്ടോപ്പിലും യൂസ് ചെയ്യാൻ പോകുന്ന സെർവറായിട്ടുള്ള ടു ഡു ലിസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതിലുള്ള നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ കഴിയുകയും അതുപോലെ തന്നെ മാർക്ക് ഡൺ ചെയ്യാൻ കഴിയും കംപ്ലീറ്റ് ചെയ്തത്, അതല്ലെങ്കിൽ അത് കഴിയാത്തതിന് പെൻഡിങ് എന്നതും ആയിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ അതിലൊന്ന് ലോഗിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക, യൂസ് ചെയ്യുക ഡെയിലി. അപ്പോൾ കൂടുതൽ ആക്ടിവിറ്റീസ് അതിലൂടെ നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ടാസ്കുകളുടെ ഫോക്കസ് കൂട്ടുക, ശ്രദ്ധയോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനുള്ള എല്ലാ ഇതും ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.